ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന ഭയാനതകൾ ഒന്നും രണ്ടും പത്തൊന്നുമല്ല, പലതുമുണ്ട്. അതിൽപ്പെട്ട ഒരു ശിക്ഷയാണ് സർപ്പങ്ങളെ കൊണ്ടുള്ള ശിക്ഷ. ഖബറിൽ പാമ്പ് വരും, ഖബറിന്റെ അകത്ത് പാമ്പ് വരും. തിന്നീൻ, അള്ളാന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ, ഖബറിലേക്ക് വരുന്ന പാമ്പ് ഒന്ന് തല പുറത്തോട്ടിട്ടുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം അതൊന്ന് ശ്വാസോച്ഛ്വാസം നടത്തിയാൽ, ശ്വാസം വലിച്ചു വിട്ടാൽ, മാ അംബതത്തിൽ അർളു ഇലാ യൗമിൽ ഖിയാമ, ഭൂമി ഖിയാമത്ത് വരെ അതിന്റെ ഉൽപാദന ശേഷി നശിച്ചു പോയി. പിന്നൊരു സസ്യം ഇവിടെ മുളക്കൂല, ഭൂമിയിൽ ഒരിടത്തും മുളക്കൂല. ഖബറിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടി അള്ള വെച്ച പാമ്പ് ഒന്ന് തല പുറത്തോട്ടിട്ടുകൊണ്ട് ഒരൊറ്റ ശ്വാസം വലിച്ചു വിട്ടാൽ, ആ ശ്വാസം ഈ ഭൂമിയിൽ പരന്നുപോയാൽ പിന്നെ ഭൂമി ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ സസ്യം ഈ ഭൂമിയിൽ മുളക്കുകയില്ല. മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യനെ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ, ഖബറിന്റെ അകത്ത് ചില പ്രവർത്തനങ്ങൾ ഉണ്ട്. അല്ലാഹു നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോരുടെയും ഖബർ സ്വർഗമാക്കുമാറാവട്ടെ. ഖബറിന്റെ ഭയാനകമായ അദാബിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഖബറിലെ ശിക്ഷ, ഖബറിന്റെ അവസ്ഥകൾ ഏത് മുഅ്മിനീങ്ങൾക്കും വരുന്ന ചില വിഷമങ്ങൾ എത്ര വലിയ ആളാണ്. ഖബറിലേക്ക് വെച്ച ഖബറിൽ ഇടുക്കം, ഖബറിന്റെ ലഗ്തത്തുൽ ഖബർ, ഖബറിന്റെ രണ്ട് ചുമരുകൾ ആ മയ്യത്തിനെ ഖബറിലേക്കൊന്ന് അണച്ചു കൂട്ടി പിടിച്ചിട്ട് ഖബർ ഒന്ന് പിടിച്ച് ഞെരുക്കിയിട്ട് പൊടി പൊടിയാക്കും. അത് ഏത് മനുഷ്യനും, ഏത് സ്വഹാബിയാണെങ്കിലും ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം, അമ്പിയാവിന് ശേഷം അള്ളാന്റെ സൃഷ്ടികളിൽ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഹാബത്താ. നബിമാര് കഴിഞ്ഞ പിന്നെ അവരെ കവച്ചുവെക്കുന്ന ഒരാളില്ല. ആ സ്വഹാബിയിൽപ്പെട്ട ആളാണെങ്കിലും ഖബർ പിടിച്ച് ഞെക്കി ചേരും. ലൗ നജാ മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടേണ്ടിയിരുന്നു. ആരാ സഅദ് ഇബ്നു മുആദ്? എന്താ സഅദ് ഇബ്നു മുആദിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന് അറ്റമില്ല. ഒരു കുടുംബക്കാര് തമ്മിൽ വലിയ കലഹം ഉണ്ടായിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മദ്യം പറഞ്ഞിട്ട് രണ്ടുപേരെയും മസ്ലഹത്താക്കാൻ വേണ്ടി ശ്രമിച്ചു. അള്ളാന്റെ റസൂലിന്റെ മസ്ലഹത്ത് അവർ സ്വീകരിച്ചില്ല. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഞാൻ മസ്ലഹത്ത് പറഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആര് പറഞ്ഞാലാ സ്വീകരിക്കുക? സഅദ് പറഞ്ഞാൽ സ്വീകരിച്ചോളാം. അപ്പൊ ഇവരെന്താ മനസ്സിലാക്കിയത്? സഅദ് ഞങ്ങളെ കുടുംബക്കാരനാണ്, ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി സഅദ് ഉണ്ടാക്കും എന്നാ വിചാരിച്ചത്. എന്നാ പൊയ്ക്കോ, സഅദിന്റെ അടുത്തേക്ക് പൊയ്ക്കോ, സഅദ് തീരുമാനം ഉണ്ടാക്കി തരും. ഇവരെല്ലാവരും കൂടി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നു. സഅദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ വീട്ടിലിരിക്കണ, പ്രായമായി വീട്ടിലിരിക്കണ കാലമാണ്. എന്താ പോന്നത് ചോദിച്ചു. ഞങ്ങൾ കുടുംബങ്ങളാണ്, പരസ്പരം കുടുംബക്കാരാണ്, ഞങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് മദ്യം പറഞ്ഞ് മസ്ലഹത്ത് പറഞ്ഞിട്ട് നന്നാക്കി തരണം. എടാ, അതല്ലേ റസൂലുള്ള മദ്യം പറഞ്ഞ്? അത് ഞങ്ങൾക്ക് സമ്മതായില്ലാറ്. റസൂലുള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമ്മതായില്ലാന്നോ? അതെ, ഞാൻ പറഞ്ഞാൽ സമ്മതാവൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സഅദ് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതമാണ്. എടാ, അള്ളാന്റെ റസൂല് മദ്യം പറഞ്ഞ് സ്വീകരിക്കാത്ത നിങ്ങളെ ഞാൻ മദ്യം പറഞ്ഞിട്ട് നന്നാക്കണമെന്നാണല്ലേ നബി തങ്ങൾ പറഞ്ഞത്? സ്വീകരിക്കാത്തതിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് 17 എണ്ണത്തിനെ ചുട്ടുകരിക്കാൻ വിധിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം ചോരയിൽപ്പെട്ട 17 എണ്ണത്തിനെ ചുട്ടുകരിക്കാനാ സഅദിന്റെ വിധി വന്നത്. മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ട്. അതാ സഅദിന്റെ പ്രത്യേകത. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത അതാണ്. ധാരാളം പ്രത്യേകതകളുണ്ട്.
അള്ളാഹുവിന്റെ ഉടനെ തന്നെ അള്ളാഹ് റസൂലുള്ളാഹിക്ക് വിവരറിയിച്ചു. സഅദിനെ അള്ളാഹ് പൊരുത്തപ്പെട്ടു പോയി. മുത്തുനബിയെ ഇത്രയും സ്നേഹിച്ച സ്വന്തം കുടുംബത്തെക്കാൾ മുത്തുനബി വലുതായി കണ്ട് സ്നേഹിച്ച സഅദിനെ അള്ളാഹ് പൊരുത്തപ്പെട്ടു. നബിയെ, സഅദിന്റെ തീരുമാനം അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഇത്ര വലിയ മഹാനാ. അതുകൊണ്ടാ പറഞ്ഞത്, ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയാണെങ്കിൽ ആര് രക്ഷപ്പെടാം? സഅദ് റളിയല്ലാഹു അൻഹു. രക്ഷപ്പെടാൻ അർഹത സഅദിനാണ്. സഅദ് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല. ഖബർക്ക് വെച്ചു. റസൂലുള്ളാഹിന്റെ കൈകൊണ്ടാ വാങ്ങി വെക്കുന്നത് ഖബർക്ക്. റസൂലുള്ളാഹി തങ്ങളുടെ കൈകൊണ്ട്. വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജ്ലി ഹാലികി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ നബി അംരി. അല്ലാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗോളമുണ്ട്. കോടാനുകോടി മലക്കുകളാണ് ആ ഗോളം ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. റബ്ബ് സൃഷ്ടിച്ച് മലക്കുകളെ കയ്യിൽ കൊടുത്ത് ഇളകാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ട് തന്നെ അർശ് ചരിത്രത്തിൽ വന്ന് ഒരു ചെറിയ വൈബ്രേഷൻ പോലും സംഭവിച്ചിട്ടില്ല. സഅദ് വഫാത്തായി എന്ന് കേട്ടപ്പോഴാണ് അർശ് വിറച്ചുപോയി. ആ വഫാത്ത് വാർത്ത കേട്ടപ്പോ അർശ് വിറച്ചുപോയി. അർശ് അല്ലാതെ ഒരിക്കലും വിറച്ചിട്ടില്ല. സഅദിന്റെ വഫാത്ത് വാർത്ത കേട്ടിട്ടല്ലാതെ. ഈ മഹാനായ സഅദിനെ ഖബറിലേക്ക് വെക്കുന്നത് മുത്തുനബിയാണ്. ഖബറിലേക്ക് വെച്ച് മണ്ണിട്ട് കഴിഞ്ഞ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് മണ്ണിട്ട് കഴിഞ്ഞതോടുകൂടി റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. സ്വഹാബത്തിനോട് ദിക്ർ ചെല്ലാൻ പറഞ്ഞു, തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞു, സലാത്ത് ചെല്ലാൻ പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ മുഖമാകെ വിവർണമായി അവിടുന്ന് സങ്കടപ്പെടുന്നു. സ്വഹാബത്തിനൊക്കെ എന്തേ പറ്റി നബിയെ, എന്താ സംഭവിച്ചത്? കുറച്ച് കഴിഞ്ഞപ്പോൾ സലാമത്തായി. എന്തേ പറ്റി? സഅദിനെ ഖബർ പിടിച്ചിടുക്കി പോയി. രണ്ട് സൈഡിൽ നിന്നും ഈ ചുമരുങ്ങടി പിടിച്ചിട്ട് സഅദിനെ ഖബറിൽ ഇടുക്കി കളഞ്ഞു. ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബ്രി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ഇടുക്കലിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആര് രക്ഷപ്പെടണം? സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടതായിരുന്നു. ഖബർ എടുക്കാത്ത ഒരൊറ്റ പെണ്ണേ ഉള്ളൂ. ഖബർ എടുക്കാത്ത ഒരൊറ്റ മനുഷ്യൻ ഒരു പെണ്ണ് മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച, റസൂലുള്ളാഹി അങ്ങോട്ടും സ്നേഹിച്ച ഒരു പെണ്ണുണ്ട്, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി പറയാണ്, ഉമ്മീ ബഅദ ഉമ്മീ. എന്റെ ഒറിജിനൽ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം, ഉമ്മ ആമിന ബീവി വഫാത്തായ ശേഷം എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നെ നോക്കി പോറ്റി വളർത്തിയ ഉമ്മയാണ്. എന്റെ ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ്. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ്. മറക്കാനാവാത്ത ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വഫാത്തായ ഫാത്തിമ ബിൻത് അസദ് വഫാത്തായ സമയത്ത് ഖബറിലേക്ക് ജനാസ കൊണ്ടുവന്നു വെച്ച് ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്നു വെച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ആ ഷർട്ട് അഴിച്ചെടുത്തുകൊണ്ട് ആ പുണ്യഭൂമേനി റസൂലുള്ളാഹി പറഞ്ഞു, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കല്ലേ, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ റസൂൽ അങ്ങ് ഇറങ്ങി, ഖബറിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട പുണ്യഭൂമേനി ഖബറിൽ കടന്നു വന്ന് ഉരുണ്ടു. ഖബറിന്റെ രണ്ട് സൈഡിലുള്ള ചുമരിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടി ഒന്ന് കിടന്ന് ഉരുണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂല് ഖബറിന്റെ പുറത്തേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു, ഇനി വെച്ചോളൂ, ഇനി ഖബറിലേക്ക് വെച്ചോളൂ. ആ ഫാത്തിമ ബിൻത് അസദിനെ മാത്രം അമ്പിയാക്കളെയും ഖബറെടുക്കൂല. അമ്പിയാക്കളല്ലാത്ത മറ്റൊരാളെ ഖബറെടുക്കാത്തതുണ്ടെങ്കിൽ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മാത്രമാണ് അതിൽ നിന്ന്.
ബാക്കി എല്ലാവരും ഖബറെടുക്കും, എടുക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് ഫാത്തിമ ബിൻത് അസ്കർ എടുക്കിയിട്ടില്ല. ഇതാണ് ഖബറിന്റെ സ്ഥിതി. അപ്പൊ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളുമാണെങ്കിലും ആ പോയി കിടക്കാനുള്ള സ്ഥലത്ത് കുറച്ച് സംഗതികൾ നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശക്തി കുറയാൻ ആ ഇടുക്കലിന്റെ ശക്തി എന്താ? പിന്നെ മുഅ്മിനും തെമ്മാടിയും തമ്മിൽ വ്യത്യാസം, മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രാവശ്യമേ ഉണ്ടാവുള്ളൂ, തെമ്മാടികൾക്ക് അത് ഖിയാമത്ത് നാൾ വരെ തുടരും എന്നതാ വ്യത്യാസം. എത്ര സാലിഹ മനുഷ്യരാണെങ്കിലും ഒരിക്കൽ അത് അനുഭവിക്കേണ്ടി, ഏറ്റവും നല്ല മനുഷ്യരാണെങ്കിൽ ഒരു വട്ടയെങ്കിലും അനുഭവിക്കേണ്ടി വരും. തെമ്മാടിയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടി വരും. അതാ വ്യത്യാസം. ആ ഖബർ സന്തോഷത്തോടു കൂടി പിടിച്ച് നമ്മളിങ്ങനെ അടച്ചു കൂട്ടുകയാണ്. ആ വേദന സഹിക്കാൻ പറ്റൂല എന്നാ. സന്തോഷം കൊണ്ട് ഖബർ, ഗൾഫിൽ നിന്ന് വരുന്ന ഒരു മകനെ എല്ലും തൊലിയുമായ ഉമ്മ ആ ഇറച്ചിയില്ലാത്ത മാംസമില്ലാത്ത കൈകൊണ്ടൊന്ന് പിടിച്ച് അണക്കി ഞെക്കി പിടിച്ചാൽ തൽക്കാലം വാരിയല്ലൊക്കെ ഒന്ന് കോടിയിട്ട് വേദനയൊക്കെ ആവും. പരാതിയില്ല, വേദന ആകാതിരിക്കുവോ? അതാ അവസ്ഥ മുഅ്മിനി ഖബർക്ക് ചെന്നാൽ. മാത്രമല്ല, ഇതുപോലെ ഖബറിൽ പല സംഗതികളും ഖബറിൽ നടക്കാനുണ്ട്. ഖബറിലുള്ള ശിക്ഷകളിൽ ഒരുപാട് സംഗതികൾ, ഖബറിന്റെ അവസ്ഥകൾ. അതുകൊണ്ടാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ദിന്നൂറൈൻ റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉസ്മാൻ. സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ സ്വർഗത്തിന്റെ വാതിൽമല് ഒരു കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റുമല് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണിത് എന്ന് എഴുതി വെച്ചത് ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അങ്ങനത്തെ ആളുകൾ ഖബറിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങോട്ട് കരയും. ഒറ്റക്ക് ഇതിന്റെ ഉള്ളിൽ വന്ന് കിടക്കണല്ലോ, ഇതിന്റെ ഉള്ളിൽ ഒറ്റക്ക് വന്ന് കിടക്കണല്ലോ എന്ന് പേടിച്ചിട്ട്. ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന ഭയാനതകൾ 1, 2, 10 അല്ല, പലതുമുണ്ട്. അതിൽപ്പെട്ട ഒരു ശിക്ഷയാണ് സർപ്പങ്ങളെ കൊണ്ടുള്ള ശിക്ഷ. ഖബറിൽ പാമ്പ് വരും, ഖബറിന്റെ അകത്ത് പാമ്പ് വരും. തിന്നീൻ, അള്ളാന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ, ഖബറിലേക്ക് വരുന്ന പാമ്പ് ഒന്ന് തല പുറത്തോട്ടിട്ടുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം അതൊന്ന് ശ്വാസോച്ഛ്വാസം നടത്തിയാൽ, ശ്വാസം വലിച്ചു വിട്ടാൽ, മാ അംബതത്തിൽ അർളു ഇലാ യൗമിൽ ഖിയാമ, ഭൂമി ഖിയാമത്ത് നാൾ വരെ അതിന്റെ ഉൽപാദന ശേഷി നശിച്ചു പോയി. പിന്നെ ഒരു സസ്യം ഇവിടെ മുളക്കൂല, ഭൂമിയിൽ ഒരിടത്തും മുളക്കൂല. ഖബറിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടി അള്ള വെച്ച പാമ്പ് ഒന്ന് തല പുറത്തോട്ടിട്ടുകൊണ്ട് ഒരൊറ്റ ശ്വാസം വലിച്ചു വിട്ടാൽ, ആ ശ്വാസം ഈ ഭൂമിയിൽ പരന്നു പോയാൽ പിന്നെ ഭൂമി ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ സസ്യം ഈ ഭൂമിയിൽ മുളക്കുകയില്ല. 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയും ബ്രിട്ടനും ഹിരോഷിമയിൽ കൊണ്ടുപോയി എറിഞ്ഞ അണുബോംബ് ആ നാടിന് വരുത്തിവെച്ച വിനയെന്താണ്? 80 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ആ രാജ്യത്ത് സസ്യങ്ങൾ മുളക്കുന്നില്ല, കൃഷി നടക്കുന്നില്ല, ഫ്രൂട്ട്സ് വിളയുന്നില്ല. മനുഷ്യനിർമ്മിതമായ അണുബോംബുകൾക്ക് 1 നൂറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് അവന് വഴിപ്പെടാത്ത തെമ്മാടികളെ ശിക്ഷിക്കാൻ വേണ്ടി ഖബറിലേക്ക് നിയോഗിച്ച ഒരു പാമ്പിന്റെ കാര്യം അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. തെമ്മാടികളെ ശിക്ഷിക്കാനാണ്. മുഅ്മിനീങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് രക്ഷയുമുണ്ട്, നല്ല ഈമാനുള്ളവർക്ക് ഇതിൽ നിന്ന് രക്ഷയുണ്ട്. ഇത് തെമ്മാടികൾക്കുള്ളതാണ്. എന്നാൽ ആ ഖബറിലേക്ക് അല്ലാഹു തആല നിയോഗിക്കും 99 പാമ്പുകളെ അല്ലാഹു നിയോഗിക്കും. 99 പാമ്പുകളെ അല്ലാഹു നിയോഗിക്കും.
എന്താ ഒരു 99ന്റെ കണക്ക്? 99 പാമ്പുകളെ അല്ലാഹു തആല നിയോഗിക്കും. എന്താ 99ന്റെ കണക്ക്? ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടുന്ന, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ മലീമസമാക്കുന്ന തെറ്റുകുറ്റങ്ങൾ 99 99 ദോഷങ്ങളാണ് ഹൃദയത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള രോഗം. ഓരോ ദോഷത്തിനും ഓരോ പാമ്പുകൾ. നിങ്ങൾ നോക്ക്, കിബ്റ്, ഹസദ്, റിയാ, ഗളബ്, ഉജ്ബ്, നിഫാഖ്, കുഫ്ർ, ബിദ്അത്ത്, എങ്ങനെ എണ്ണിയാൽ എത്ര എണ്ണം? 99 എണ്ണം. കിബ്റ് 3 തരത്തിലുള്ള കിബ്റുണ്ട്. കിബ്ർ പറഞ്ഞാൽ എന്താ? കിബ്ർ എന്ന് പറഞ്ഞാൽ അൽ കിബ്റു അൻ തഅതഖിദ അന്നക ഫൗക അബ്ദിൻ മിൻ ഇബാദില്ലാഹ്. കിബ്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയേക്കാൾ ഞാൻ ഖൈറാണ്, അവനേക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കാം. ഇതാണ് കിബ്റിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം അതാണ്. അതുണ്ടായാൽ എന്തുണ്ടാകും? ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. അത് അതിന്റെ സമറത്താണ്. കിബ്ർ ഉണ്ടായാൽ സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിന്ദ്യമാക്കലും ഉണ്ടാകും. ഇതാ കിബ്ർ എന്ന് പറഞ്ഞാൽ അൻ തഅതഖിദ അന്നക ഫൗക അബ്ദിൻ മിൻ ഇബാദില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയേക്കാൾ ഞാൻ തരക്കേടില്ല എന്ന് തോന്നുന്നു. അതാണ് ഇബ്ലീസിന് പറ്റിയത്. ഇബ്ലീസിനോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അല്ലാഹ് ചോദിച്ചു, ജന്തേ സുജൂദ് ചെയ്യുന്നു? അപ്പൊ അവൻ പറഞ്ഞത് എന്താണ്? അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറാണ്. ആ പ്രയോഗത്തെ അല്ലാഹ് പറഞ്ഞത് വസ്തക്ബറ, അവൻ കിബ്റ പറഞ്ഞത് എന്നാ. ഞാൻ അവനേക്കാൾ ഖൈറാണെന്ന് ഇബ്ലീസ് പറഞ്ഞത് കിബ്റാണ്. പക്ഷേ ആ കിബ്ർ അമ്പിയാക്കന്മാരോടായിപ്പോയി. ഒരു മനുഷ്യൻ കിബ്ർ കാണിക്കുന്നത് അള്ളാന്റെ കിബ്ർ എന്ന് പറഞ്ഞാൽ ഞാൻ അവനേക്കാൾ തരക്കടില്ല എന്ന് തോന്നുന്നത് ആരെ പറ്റിയാണെങ്കിലും ശരി. നിങ്ങളെക്കാൾ ഞാൻ അല്പം മെച്ചപ്പെട്ടവനാണ്, തരക്കേടില്ല, നിങ്ങളെക്കാൾ ഞാൻ നല്ലവനാണ്, അല്ലെങ്കിൽ അവനേക്കാൾ മെച്ചം ഞാൻ തന്നെയാണ്, ഇവനേക്കാൾ മെച്ചം ഞാൻ തന്നെയാണ്. ആരെ പറ്റി? അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പറ്റി അവനേക്കാൾ മെച്ചം ഞാനാണ് എന്ന് ചിന്തിച്ചാൽ അതിന്റെ പേരാണ് കിബ്ർ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ദുനിയാവിൽ ഒരൊറ്റ മനുഷ്യനെ പറ്റിയും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ? അങ്ങനെ ഒരു കിബ്ർ ഒരിക്കൽ തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പടിവാതിൽ കടക്കില്ല, സ്വർഗം കണി കാണാൻ പറ്റില്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ. അണു അളവ് കിബ്ർ ഹൃദയത്തിൽ കടന്നാൽ സ്വർഗം കാണൂല, സ്വർഗത്തിൽ പ്രവേശിക്കും. കിബ്ർ 3 തരമുണ്ട്. അള്ളാഹ് അമ്പിയാക്കന്മാരോട് കിബ്ർ കാണിക്കും. അള്ളാഹിന്റെ നബിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിയേക്കാൾ ഞാൻ ഖൈറാണെന്ന് ഇബ്ലീസ് പറഞ്ഞ പോലെ ആദം നബി അള്ളാഹിന്റെ നബിയാണ്. ആദം നബിയേക്കാൾ അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഖൈറാണെന്ന് പറഞ്ഞു. അബാവസ്തക്ബറ, അവൻ കിബ്ർ കാണിച്ചിട്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്. അള്ളാഹിന്റെ നബിമാരോട് കിബ്ർ കാണിച്ചാൽ വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറായി പോകും. കിബ്ർ, ഒരു കിബ്ർ അള്ളാഹിന്റെ നബിമാരോട് കിബ്ർ കാണിക്കും. എന്താ അതിന്റെ ഫലം? അപ്പ കാഫിർ. രണ്ടാമത്തത് അള്ളാഹിന്റെ ഔലിയാക്കന്മാരോട് കിബ്ർ കാണിക്കും. അപ്പോൾ കാഫിറായിട്ടില്ലെങ്കിലും കാഫിറായിട്ടേ മരിക്കുള്ളൂ. ചരിത്രങ്ങൾ തെളിവുണ്ട്. മൂന്നാമത്തത് സാധാരണക്കാരായ നാടൻ മനുഷ്യന്മാരോട് കിബ്ർ കാണിക്കും. സമതുല്യരായ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പെണ്ണും പെണ്ണും തമ്മിൽ. വലിയ വണ്ടി ഓടിച്ചു പോകുന്നവന്, ലോറി ഓടിച്ചു പോകുന്നവന്, ഓട്ടോറിക്ഷക്കാരനെ കണ്ടാക്കി പറയാം. ഓൻ്റെത് 2 ലക്ഷം റുപ്യേന്റെ ഓട്ടോറിക്ഷ, ഇന്റേത് 50 ലക്ഷം റുപ്യേന്റെ ലോറി. അപ്പൊ ഇവനൊരു കിബ്ർ എനിക്കുണ്ടാവാം. ബൈക്ക് ഓടിച്ചു പോകുന്നവന് സ്കൂട്ടിനെ കാണുമ്പോ ഒരു കിബ്ർ. സുന്ദരനായൊരു മനുഷ്യര്, വിരൂപിയായൊരു മനുഷ്യരെ കാണുമ്പോ കിബ്ർ. വലിയൊരു വീട് വെച്ചവന് സാധുവിന്റെ വീട് കാണുമ്പോ കിബ്ർ. ഒക്കെ വരാം, അങ്ങനൊക്കെ സംഭവിക്കാം. അത് ഹൃദയത്തിലുണ്ടോ? ഹൃദയം മലീമസമാണ്. ആ മലീമസമായ ഹൃദയത്തിൽ
നരകത്തിൽ കൊണ്ടുപോയി ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ വരാനിരിക്കുന്ന പാമ്പ് കടന്നു വരാൻ കിബിറ് കാരണമാണ്. കിബിറ് 3 തരം. ഇപ്പൊ 3 ദോഷായില് 3 പാമ്പുകൾക്ക് ചാൻസ് ആയില്. ഹൃദയത്തിൽ കടന്നുകൂടാൻ ചാൻസ് ഉള്ള മറ്റൊരു ദോഷമാണ് ഹസദ്. 12 തരം ഹസദ് ഇമാം ഗസാലി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. 12 തരത്തിലുള്ള ഹസദ്. 12 3 15 കിബിറും ഹസദും മാത്രം പറഞ്ഞ 15 15 ദിവസം ഞാൻ വഅദ് പറയാം. 3 ദിവസം കിബിറ്, 3 ദിവസം പറയാം. അള്ളാഹിനെ പറ്റിയുള്ള കിബിറുണ്ട്. ഞാൻ അള്ളാഹിനേക്കാൾ ഉഷാറാണ്, അവന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹിന്റെ സൃഷ്ടികളെ പറ്റിയപ്പോ നമ്മൾ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോനെന്ന് ഇബ്ലീസ് ഫിർഔൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞൂടായി? പറയൊക്കെ ചെയ്യാം. ഇബ്ലീസ് മറ്റേ എന്താ ഫിർഔൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാ ഏറ്റവും വലിയ പടച്ചോൻ, അള്ളാഹിനേക്കാളും വലിയ ഉഷാർ അവനാണ്. അപ്പൊ കിബിർ എന്ന വിഷയം പറയുകയാണെങ്കിൽ എത്ര ദിവസം വഅദ് പറയണം? സാധാരണക്കാരനോടുള്ള കിബിറും ആ കിബറിന്റെ നിർവചനവും അതുണ്ടായാൽ ഉണ്ടാകുന്ന അടയാളങ്ങളും അതിന്റെ പരിണിത ഫലവും ഒക്കെ പറയണം. അതുപോലെ ഹസദിനെ പറ്റി പറയണം. ഗളബ്, ദേഷ്യം. ദേഷ്യം വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്, അതിനെപ്പറ്റി പറയണം.